ബഹുമാനപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്ടോബറിൽ നടന്ന കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വൻ ക്രമക്കേട് നടത്തി ഓരോ ബൂത്തുകളിലും 22ഉം 30ഉം ഒരാളുടെ പേരിൽ ഫോട്ടോ സഹിതം ഇട്ട് കാണിച്ചത് വളരെ സത്യസന്ധമാണ്. CPM BJPക്കാർ ഇത്ര ധിക്കാരികളാണെന്ന് ഒരിക്കൽ കൂടി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. BJPക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കള്ളവോട്ട് ചെയ്ത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കേരളത്തിലെ സുരേഷ് ഗോപിൻ്റെ കാര്യമെടുത്താലും അതാണ്. ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഞങ്ങൾ കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണെങ്കിലും കള്ളവോട്ട് ചെയ്യിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഒരു സ്ഥലത്ത് ഇന്ത്യയിൽ ജനാധിപത്യത്തിൽ ഒരു തിരിച്ചറിയൽ കാർഡുള്ള രേഖകളുള്ള സ്ഥലത്ത് 25ഉം 30ഉം തിരിച്ചറിയൽ കാർഡുണ്ടാക്കി ഒരാളുടെ വോട്ട് കോൺഗ്രസ്സുകാരുടെ എല്ലാം വോട്ട് വെട്ടിമാറ്റി മാൻ പവർ ചെയ്യുന്ന പരിപാടിയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും അവരുടെ സംഘങ്ങളും BJPക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തട്ടിപ്പാണ് എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു. ഈ തട്ടിപ്പ് അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്നും ഈ സിംഹാസനത്തിൽ ഇരിക്കും എന്ന് ഇവരാരും വിചാരിക്കേണ്ട. സത്യസന്ധമായി വോട്ട് ചെയ്ത ഒരു ആളുണ്ടെങ്കിൽ അത് അന്ന് TN ശേഷൻ മാത്രമേ ഉള്ളൂ. തിരഞ്ഞെടുപ്പ് കമ്മീഷനടുത്ത് ഒരു കാര്യം ചോദിച്ചാൽ അരിയത്ര ചോദിച്ചാൽ പയറഞ്ഞാടി പറയുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. BJPക്കാരും CPMകാരും ചോദിച്ചതിനുള്ള മറുപടിയല്ല പറയണത്. ഇവിടെ തന്നെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ പല സ്ഥലത്തും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മാൻ പവർ കാണിച്ചിട്ടാണ് CPM തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ട് ചെയ്ത് ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നത് ഓപ്പൺ വോട്ട് ചെയ്തിട്ടും മറ്റുള്ളതൊക്കെ ചെയ്തിട്ടാണ് ഇവരൊക്കെ ജയിച്ചു വരുന്നത്. ഇത് നിർത്തലാക്കി യഥാർത്ഥമായി സത്യസന്ധമായി വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇവരെല്ലാം ഇനി വരുന്ന തലമുറയ്ക്ക് പോലും അപമാനമാണ് എന്നാണ് പറയാനുള്ളത്. ഇന്നത്തെ ചെറുപ്പക്കാർ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി വോട്ടുകൾ സത്യസന്ധമായി അവരവരുടെ വോട്ട് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. ഇതിന് രാഷ്ട്രീയമൊന്നുമില്ല. ഇത് സത്യസന്ധമായി വോട്ട് ചെയ്താൽ മാത്രമേ യഥാർത്ഥ വിധി വരികയുള്ളൂ. ഇത് മറ്റുള്ളവരുടെ നിന്ന് കാശ് വാങ്ങി മറ്റുള്ളവർക്ക് പിടിവില ചെയ്യുന്ന പണിയാണ് രാഷ്ട്രീയത്തിൽ പാടില്ല എന്നാണ് പറയാനുള്ളത്. അത് നടത്തിക്കൊണ്ടു പോകുന്നവരാരായാലും അത് താൽക്കാലികമായി അവർക്ക് വിജയമായിരിക്കും, പിന്നീട് അത് ദുഃഖമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നെന്മാറ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശങ്കരനാരായണൻ അറിയിച്ചു. രാഹുൽ ഗാന്ധി തന്നെയാണ് സത്യസന്ധൻ. രാഹുൽ ഗാന്ധിയോടൊപ്പം എല്ലാ ജനങ്ങളും നിൽക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു.